حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا سيدنا علي رضي الله عنه മുസ്തഫ നബിയോട് പറഞ്ഞു ദുല്ലനി അലാ അസ്ഹരി തുറു അലാ അഖറബി തുറുഖ് ഇലല്ലാഹ് വഅസ്ഹലിഹാ അലൽ ഇബാദി വഅഫ്ളലിഹാ ഇൻദല്ലാഹ്. പുണ്യ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിലേക്കുള്ള വളരെ എളുപ്പപ്പെട്ട ഒരു വഴി എനിക്ക് പറഞ്ഞു തരണം. വഴികളിൽ ഏറ്റവും എളുപ്പമായ ഒരു വഴി പറഞ്ഞു തരണം. വഅസ്ഹലിഹാ അലൽ ഇബാദി, അത് വളരെ ലഘൂകരിച്ചതുമായിരിക്കണം. മാത്രമല്ല വഅഫ്ളലിഹാ ഇൻദല്ലാഹ്, ആ വഴി അള്ളാഹുവിങ്കിൽ ഏറ്റവും ശ്രേഷ്ഠവുമായിരിക്കണം. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും ഒരു വഴി, വലിയ വഴി പറഞ്ഞു തരണമെന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു മുസ്തഫ നബിയോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അലൈക ബിമുദാവമതി ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിൽ തന്നെ നിത്യമാകണം, ദിക്ർ പരമാവധി വർദ്ധിപ്പിക്കണം എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിർറൻ വജഹ്റാ, രഹസ്യമായും പരസ്യമായും റബ്ബിന്റെ ദിക്റിലായിരിക്കണം. റബ്ബിനെ പറ്റി ചിന്തിക്കുകയും പറയുകയും വേണം. അതിൽ തന്നെ വ്യാപൃതനാവണം സദാ നേരം. ഇതാണ് ഏറ്റവും വലിയ റബ്ബിലേക്ക് എത്താനുള്ള ഏറ്റവും അഖറബായ വഴി ഇതാണെന്ന് സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇന്നി ഉരീദു അൻ തഖുസ്സനി ബിശൈഇൻ നബിയെ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദിക്ർ എല്ലാവരും ചെല്ലുന്നതാണ്. അള്ളാഹിനെ പറ്റി പറയുകയും ചിന്തിക്കുകയും അള്ളാഹിനെ പറ്റി പറയുകയും അള്ളാഹിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യം എല്ലാവർക്കും ഉള്ളതാണ്. ഇന്നി ഉരീദു അൻ തഖുസ്സനി ബിശൈഇൻ, ഒരു കാര്യം കൊണ്ട് അങ്ങനെ പ്രത്യേകമാക്കലാണ് എൻ്റെ താല്പര്യം. ഒരു പ്രത്യേകമായ ഒരു വിഷയത്തെ എനിക്ക് പറഞ്ഞു തരലാണ് എൻ്റെ താല്പര്യം, എനിക്ക് മാത്രമായി. അതാണ് ഞാൻ അങ്ങയോട് പറഞ്ഞത് എന്ന് പുണ്യ സയ്യിദുനാ അലി പുണ്യ നബിയോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു قال النبي صلى الله عليه وسلم يا علي أفضل ما قلت أنا والنبيون من قبلي لا إله إلا الله. ഞാനും എൻ്റെ മുമ്പുള്ളവരും പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൻ്റെ ഓർമ്മയാണ്, അതിൻ്റെ സംസാരമാണ്, അതിൻ്റെ ദിക്റാണ്. അതുകൊണ്ടാണ് അതിന്മേൽ ദായിമാകണമെന്ന് ഞാൻ, അതാണ് അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ, എന്നിലെ അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ അസ്ഹരി ത്വരീഖ് എന്ന് തുറുഖ് എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണെന്ന് സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശങ്ങൾ ഒന്നടങ്കം, ഭൂമിയും ആകാശവും ഒന്നടങ്കം ഒരു മീസാനിന്റെ ഒരു കപ്പത്തുൽ മീസാനിൽ വെച്ചു. ولا إله إلا الله في كفة لرجحت لا إله إلا الله. ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റേ തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിനാണ് ഖനമുണ്ടാവുക, അതാണ് ഏറ്റവും മേലെയാവുക എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിന്റെ വ്യാഖ്യാനമാണ്, അതിന്റെ അളമത്താണ് സത്യത്തിൽ ആയത്തുൽ കുർസി അറിയിക്കുന്നത്. അതാ അതിൻ്റെ മഹത്വവും. ഇന്നലെ ഞാൻ പറഞ്ഞതിന് അതിൻ്റെ ഒരു വഴി കൊണ്ട്, ഒരൊറ്റ വാക്ക് കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിൻ്റെ മഹത്വം അറിയിക്കുന്ന വചനം കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കലിമത്താണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ് തൗഹീദിൻ്റെ പ്രധാനപ്പെട്ട സൂറത്താണ്. അതുകൊണ്ട് അതാണ് ഇതെല്ലാം പ്രത്യേകമാകാനുള്ള കാരണം. അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ അറിയിക്കുന്നു എന്തുകൊണ്ടാണ്? അതിൻ്റെ സൗന്ദര്യം മറ്റൊന്നിനുമില്ല. ഏറ്റവും വലിയ സൗന്ദര്യം അള്ളാഹിൻ്റെ വഹ്ദാനിയത്തിൻ്റെ സൗന്ദര്യമാണ്. അള്ളാഹു അത് അനുഭവിക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഇന്നലെ അൽ ഹയ്യ് എന്ന് പറഞ്ഞെടുത്ത് ഞാൻ നിർത്തിയിട്ടുണ്ട്. അതങ്ങോട്ട് ബാക്കി വിശദീകരിക്കുകയാണ്. നല്ല മനസ്സോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും നിങ്ങളിരിക്കണം. മറ്റൊരു ഹദീസ് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറയുന്ന ഒരു ഹദീസ്, അല്ലാഹു ലാ ഇലാഹ
ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസിയിൽ തന്നെ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അൻ അലിയിൻ ഖാല ഇന്നഹു കാന യൗമ ബദരിൻ ഖാതൽതു സുമ്മ ജിഅതു ഇലാ റസൂലില്ലാഹ്. ബദർ യുദ്ധ ദിവസം ഞാൻ യുദ്ധത്തിനിറങ്ങി പടവെട്ടി. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഫറജഅതു ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൗകര്യം കിട്ടിയപ്പോൾ ഞാൻ പുണ്യ നബിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയി. ثم جئت إلى رسول الله صلى الله عليه وسلم انظر ماذا يصنع. എന്താണ് നബി ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി ഞാൻ ബദർ യുദ്ധത്തിൽ ഒരു ഒഴിവ് കിട്ടിയ സന്ദർഭത്തിൽ ഞാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന കൂടാരത്തിന്റെ അരികിലേക്ക് ചെന്നതായിരുന്നു. ഫറഅയ്തു വഹുവ സാജിദുൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ് ബദറിൽ. വഹുവ സാജിദുൻ, ഹബീബ് സുജൂദിൽ കിടക്കുകയാണ്. ഫയഖൂലു യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം ലാ യസിദു അലാ ദാലിക്. അതിനേക്കാൾ പറയുന്നില്ല. സുജൂദിൽ കിടക്കുകയാണ്, ആവർത്തിക്കുകയാണ്. ബദർ യുദ്ധവേള കൊടുമ്പിരിക്കൊള്ളുകയാണ്. ആയിരക്കണക്കായ മുശ്രിക്കിനോട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാവപ്പെട്ട ഉടുതുണിക്കും അർജുണിയില്ലാതെ കസാഇൻ ഇലൽ ഹൈജ ബിഗൈരി സിലാഹി, ആയുധമില്ലാതെ യുദ്ധത്തിലേക്ക് എടുത്തു ചാടി അവർ പടവെട്ടുകയാണ്. ആ നേരത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സാജിദുൻ സുജൂദിൽ കിടക്കുകയാണ്. വയഖൂലു യാ ഹയ്യു യാ ഖയ്യൂം ലാ യസിദു അലാ ദാലിക്. അതിനേക്കാൾ കൂട്ടുന്നില്ല. ആവർത്തിച്ച് അതങ്ങനെ പറയുകയാണ് പുണ്യ റസൂൽ. യാ ഹയ്യു യാ ഖയ്യൂം. ثم رجعت الى القتال. പിന്നെ ഞാൻ യുദ്ധത്തിലേക്ക് മടങ്ങി. ഫഖാതൽതു, പിന്നെയും യുദ്ധം ചെയ്തു. ഒരൽപ്പം ഇടവേള കിട്ടിയപ്പോൾ ഫറജഅതു ഇലാ റസൂലില്ലാഹ് മറത്തൻ സാനിയ, പിന്നെയും ഹബീബിന്റെ അടുത്തേക്ക് മടങ്ങി. എന്തിന്? മാദാ യസ്നഉ, ഹബീബ് എന്താണ് ചെയ്യുന്നത്? ഹബീബ് എന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിഅതു ലി അൻദുറ മാദാ യസ്നഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി വീണ്ടും തമ്പിലേക്ക് ഞാൻ യുദ്ധത്തിന്റെ ഒരിടവേള കിട്ടിയപ്പോൾ പിന്നെയും ഞാൻ തമ്പിലേക്ക് നടന്നു. റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴും ഞാൻ ഹബീബിനെ കണ്ടു. വഹുവ സാജിദുൻ, അവിടുന്ന് സുജൂദിൽ കിടക്കുകയാണ്. ഫയഖൂലു യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. പിന്നെയും ആവർത്തിക്കുകയാണ് പുണ്യ റസൂൽ. പിന്നെ ഞാൻ അങ്ങനെ അദ്ഹബു അർജിഉ, ഞാൻ പോകും, ഞാൻ മടങ്ങും, ഞാൻ ചെല്ലും, ഞാൻ മടങ്ങും. പിന്നെ വഅൻളുറു ഇലൈഹി, കേൾക്കണേ, ഈ ഹദീസ് വളരെ ഗൗരവമായ ഹദീസാണ്. പിന്നെ ഞാൻ മടങ്ങും, പിന്നെ പോയിട്ട് യുദ്ധം ചെയ്യും, പിന്നെയും ഞാൻ മടങ്ങും ഹബീബിന്റെ അടുത്തേക്ക്. നബി എന്താ ചെയ്യുന്നത്? വഹുവ സാജിദുൻ, അപ്പോഴും ഹബീബ് സുജൂദിലാണ്. യഖൂലു യാ ഹയ്യു യാ ഖയ്യൂം, അപ്പോഴും ഹബീബ് സുജൂദിൽ കിടന്ന് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പുണ്യ റസൂൽ. لا أزال أذهب وأرجع وأنظر إليه وكان لا يزيد على ذلك. നിങ്ങൾ ചിന്തിക്കണേ. യാ ഹയ്യു യാ ഖയ്യൂം, അപ്പോൾ ബദർ യുദ്ധത്തിൽ വിജയമുണ്ടാക്കിയ ദിക്റാണ്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഞാൻ പോവുകയും പിന്നെയും മടങ്ങി വരികയും ചെയ്തുകൊണ്ടിരുന്നു. رأيت النبي صلى الله عليه وسلم وهو ساجد ولا يزيد على ذلك. حبيب